കുറ്റാരോപണ മെമ്മോയ്ക്ക് പ്രശാന്ത് IAS മറുപടി നൽകണമെന്ന് ചീഫ് സെക്രട്ടറി. മറുപടി നൽകിയ ശേഷം പ്രശാന്ത് ആവശ്യപ്പെട്ട രേഖകൾ പരിശോധിക്കാൻ അവസരമുണ്ടാകുമെന്നും ചീഫ് സെക്രട്ടറി. അതിനിടെ പ്രശാന്ത് IASന്റെ സസ്പെൻഷൻ കാലാവധി നീട്ടി. 120 ദിവസത്തേക്കാണ് സസ്പെൻഷൻ നീട്ടിയത്. റിവ്യൂ കമ്മിറ്റിയുടെ ശുപാർശ പരിഗണിച്ചാണ് സർക്കാർ ഉത്തരവ്. അർജുൻ രാജുണ്ട്. അർജുൻ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? രണ്ട് ഉദ്യോഗസ്ഥർ, അതായത് കെ ഗോപാലകൃഷ്ണന്റെയും N പ്രശാന്തിന്റെയും സസ്പെൻഷൻ അതിനെ തുടർ നടപടികൾ സ്വീകരിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ ഉത്തരവ് വന്നത്. അതിൽ ഗോപാലകൃഷ്ണന്റെ സസ്പെൻഷൻ പിൻവലിച്ച അതേ സമയത്ത് തന്നെ N പ്രശാന്ത് IASന്റെ സസ്പെൻഷൻ നീട്ടുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്നത്. 120 ദിവസത്തേക്ക് കൂടി പ്രശാന്ത് സസ്പെൻഷനിൽ തുടരുമെന്നാണ് സർക്കാർ ഉത്തരവിൽ പറയുന്നത്. റിവ്യൂ കമ്മിറ്റിയുടെ ശുപാർശ പരിഗണിച്ചുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോയിട്ടുള്ളത്. അതായത് ഈ സസ്പെൻഷൻ കാലയളവിൽ പോലും ഉദ്യോഗസ്ഥരെ വിമർശിച്ചും ചീഫ് സെക്രട്ടറിക്ക് ചോദ്യങ്ങളുമായി കത്തയച്ചുമൊക്കെ അദ്ദേഹം പഴയ നിലപാട് അതുപോലെ ആവർത്തിക്കുകയാണ് ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി ഇപ്പോൾ പ്രശാന്ത് IASനെ 120 ദിവസത്തേക്ക് കൂടി സസ്പെൻഷനിൽ നിർത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള ഉത്തരവും ഇറങ്ങിയിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുറ്റാരോപണ മെമ്മോയ്ക്ക് മറുപടി നൽകാതെ ചീഫ് സെക്രട്ടറിയോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പലവട്ടം പ്രശാന്ത് രംഗത്ത് വന്നിരുന്നു. അതിനെ ഇപ്പോൾ ചീഫ് സെക്രട്ടറി മറുപടി നൽകിയിരിക്കുകയാണ്. എന്താണ് മെമ്മോ, അതിന് മറുപടി നൽകുകയാണ് ആദ്യം പ്രശാന്ത് IAS ചെയ്യേണ്ടതെന്നാണ് ചീഫ് സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം രേഖകൾ പരിശോധിക്കാൻ പ്രശാന്തിന് അവസരമുണ്ടാകും. ഇതുവരെ കുറ്റാരോപണ മെമ്മോയ്ക്ക് മറുപടി നൽകാതെ പകരം ചീഫ് സെക്രട്ടറിയോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചില കാര്യങ്ങളിൽ നോട്ടീസ് നൽകും, വക്കീൽ നോട്ടീസ് നൽകുമെന്നതുൾപ്പെടെയുള്ള കടുത്ത നിലപാട് സ്വീകരിക്കുകയുമാണ് പ്രശാന്ത് ചെയ്തിരുന്നത്. അതിലാണിപ്പോൾ ചീഫ് സെക്രട്ടറി മറുപടി നൽകിയിട്ടുള്ളത്. അതിൽ ആദ്യം കുറ്റാരോപണ മെമ്മോ എന്താണോ അതിന് മറുപടി നൽകാനാണ് ചീഫ് സെക്രട്ടറി ഇപ്പോൾ പ്രശാന്ത് IASനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാലും പ്രശാന്ത് IASന്റെ ഈ സസ്പെൻഷൻ 120 ദിവസത്തേക്ക് നീട്ടിയതിനൊപ്പം തന്നെ ഈ കുറ്റാരോപണ മെമ്മോയ്ക്ക് മറുപടി നൽകിയതിന് ശേഷം പ്രശാന്ത് ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ വിശദീകരണം നൽകാൻ പരിശോധനയാകാം എന്നൊക്കെയുള്ളതാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. അർജുൻ രാജാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.